ഭാര്യയ്ക്കും കുട്ടികൾക്കും ചിലവിന് നൽകുന്നതുമായി ബന്ധപ്പെട്ടും രണ്ടാം വിവാഹവുമായി ബന്ധപ്പെട്ടും രണ്ട് പ്രധാന വിധിന്യായങ്ങളാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. അതിലൊന്ന് വരുമാനമുണ്ടെങ്കിലും മുൻ ഭാര്യയ്ക്ക് ജീവനാംശം നിഷേധിക്കാനാകില്ല എന്നതാണ്. പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഭർത്താവിനോടൊപ്പം ജീവിച്ചിരുന്ന സമയത്തുള്ള ജീവിത നിലവാരം തുടർന്നും നിലനിർത്താൻ ഭാര്യയ്ക്ക് അവകാശമുണ്ട്. ഭർത്താവിന് ലക്ഷങ്ങൾ വരുമാനമുണ്ടെന്നും LIC പെൻഷൻ ഫണ്ടിൽ വലിയ നിക്ഷേപമുണ്ടെന്നും തനിക്കും മകൾക്കുമായി 45,000 രൂപ മാസച്ചിലവിനായി ലഭിക്കണമെന്നുമാണ് മുൻ ഭാര്യ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഭാര്യയ്ക്ക് ജോലിയുണ്ടെന്നും മകൾക്ക് പ്രായപൂർത്തിയായെന്നുമുള്ള വാദമാണ് ഭർത്താവ് ഉന്നയിച്ചത്. ഭാര്യയുടെ താൽക്കാലിക ജോലിയിൽ നിന്നുള്ള വരുമാനം മതിയാകില്ലെന്നും മാന്യമായി ജീവിക്കുന്നതിന് ഭർത്താവിൽ നിന്ന് മെയിൻ്റനൻസ് അർഹതയുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. മകൾക്ക് വിവാഹപ്രായം വരെ ചിലവിന് നൽകാൻ പിതാവ് ബാധ്യസ്ഥമായിരിക്കെ മകൾക്കുള്ള മെയിൻ്റനൻസിനും അവകാശമുണ്ട്. ഇവിടെ ശ്രദ്ധേയമായ വിഷയം വരുമാനമുണ്ടെന്ന പേരിൽ ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞ് ജീവിക്കുന്ന ഭാര്യയ്ക്ക് ജീവനാംശം നിഷേധിക്കാനാകില്ല. മാസവരുമാനമുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് ഭർത്താവിൽ നിന്നുള്ള ജീവനാംശം ഭാര്യയ്ക്ക് അനുവദിക്കാതിരുന്ന പത്തനംതിട്ട കുടുംബക്കോടതി ഉത്തരവ് റദ്ദാക്കി ജീവനാംശം നിശ്ചയിക്കാൻ കേസ് അതേ കുടുംബക്കോടതിയിലേക്ക് മടക്കി അയക്കുകയാണുണ്ടായത്. അതേ ജഡ്ജിയിൽ നിന്നുള്ള മറ്റൊരു വിധിന്യായം കൂടി നോക്കാം. മുസ്ലിം നിയമപ്രകാരം ഭർത്താവ് രണ്ടാമതൊരു വിവാഹം കഴിച്ചത് കാരണം ആദ്യ ഭാര്യയ്ക്കുള്ള ജീവനാംശം നിഷേധിക്കാനോ തുകയിൽ കുറവ് വരുത്താനോ ഭർത്താവിന് കഴിയുന്നതല്ല. മുസ്ലിം നിയമത്തിൽ രണ്ടാമതൊരു വിവാഹം അനുവദിച്ചിരിക്കുന്നത് പ്രത്യേക സാഹചര്യപ്രകാരമാണ്. രണ്ട് ഭാര്യമാരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യാൻ കഴിയണം. ഇവിടെ ആദ്യ ഭാര്യ CRPC 125 അനുസരിച്ച് 10,000 രൂപ ഭാര്യയ്ക്കും ആദ്യ കുട്ടിക്ക് 8,000-ഉം രണ്ടാം കുട്ടിക്ക് 6,000-ഉം മെയിൻ്റനൻസ് ആവശ്യപ്പെട്ടുകൊണ്ട് ഫാമിലി കോടതിയെ സമീപിച്ചു. എന്നാൽ ഫാമിലി കോടതിയിൽ നിന്ന് ഒന്നാം കക്ഷിക്ക് 4,000-ഉം രണ്ടും മൂന്നും കക്ഷികൾക്ക് 1,500 രൂപ വീതവുമാണ് അനുവദിച്ചത്. ഈ വിധിയിൽ സാറ്റിസ്ഫൈഡ് ആകാതെയാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഭർത്താവ് വിദേശത്താണ് ജോലി ചെയ്യുന്നതെന്നും 1,00,000 രൂപ വരുമാനമുണ്ടെന്നും ബോധിപ്പിച്ചു. ഭർത്താവിൻ്റെ ഭാഗം താൻ ഇപ്പോൾ ഗൾഫിലല്ലെന്നും മദ്രാസിൽ ഒരു ബേക്കറിയിലാണെന്നും വരുമാനം കുറവാണെന്നും വാദിച്ചു. എന്നാൽ കോടതി മുമ്പാകെ ഇതിന് തെളിവ് നൽകാൻ കഴിഞ്ഞിരുന്നില്ല. കൂടാതെ തന്നെ കാരണം കൂടാതെ ഉപേക്ഷിച്ച് പോയതാണെന്നും നിലവിൽ ലഭിക്കുന്ന കുറഞ്ഞ വരുമാനം തൻ്റെയും രണ്ടാം ഭാര്യയുടെയും ചിലവിന് തികയില്ലെന്നും വാദിച്ചു. എന്നാൽ കോടതിയാകട്ടെ രണ്ടാമതൊരു വിവാഹം തൻ്റെ ഭർത്താവ് നടത്തിയ കാരണത്താൽ മാറിത്താമസിക്കുന്ന ഭാര്യയുടെ മെയിൻ്റനൻസ് അവകാശം നിഷേധിക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഏബിൾ ബോഡീഡായ ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും ചിലവിന് നൽകാൻ ബാധ്യസ്ഥനാണ്. ഈ കേസിൽ ഭാര്യയ്ക്ക് 8,000 രൂപയും മക്കൾക്ക് 3,000 രൂപ വീതവും മെയിൻ്റനൻസ് അനുവദിക്കുകയുണ്ടായി. മുസ്ലിം വിവാഹവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിധി കൂടി നോക്കാം. ഒരു വിവാഹം നിയമപരമായി നിലനിൽക്കെ മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്തതിന് 5,000 രൂപ പിഴയും 1 വർഷം തടവും ശിക്ഷിച്ചു. 2010 നടന്ന സംഭവമാണിത്. ആദ്യ വിവാഹം മുസ്ലിം മതാചാരപ്രകാരം നടത്തുകയും ഈ ബന്ധം നിയമപരമായി നിലനിൽക്കെ മുസ്ലിം മതാചാരപ്രകാരമല്ലാതെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രണ്ടാം വിവാഹം നടത്തുകയും ചെയ്തു. ഈ കേസിലാണ് കൊല്ലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ശിക്ഷ വിധിച്ചത്. മുസ്ലിം നിയമപ്രകാരം ആദ്യ വിവാഹത്തിലെ ഭാര്യ നിലനിൽക്കെ മറ്റൊരു വിവാഹം നടത്തണമെങ്കിൽ ശരീഅത്ത് നിയമവ്യവസ്ഥ പാലിക്കേണ്ടതുണ്ട്. മുസ്ലിം പേഴ്സണൽ ലോ അനുസരിച്ച് ഒരു ഭാര്യ നിലനിൽക്കെ മറ്റൊരു വിവാഹം കഴിക്കാൻ ഒരു പുരുഷന് അനുവാദമുണ്ട്. ശരീഅത്ത് നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ച് വേണം വിവാഹം കഴിക്കേണ്ടത്. ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ തുല്യ പരിഗണന ലഭിക്കാൻ ഭാര്യമാർക്ക് അവകാശമുണ്ട്. തുല്യ പരിഗണന എന്നുള്ളത് ചിലവിന് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു വിവാഹ ജീവിതത്തിലെ കടമകളെല്ലാം നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. കടമകൾ നിർവഹിക്കാതെ വന്നാൽ അഗ്രീവ്ഡ് കക്ഷിക്ക് ഡിവോഴ്സ് നേടാവുന്നതാണ്. കോടതിയിലൂടെ അല്ലാതെ മുസ്ലിം പേഴ്സണൽ ലോ അനുസരിച്ചാണ് വിവാഹമോചനം നേടുന്നതെങ്കിൽ മറ്റൊരു വിവാഹം കഴിക്കുന്നതിന് കോടതിയിൽ നിന്നുള്ള ഡിക്ലറേഷൻ ആവശ്യമായി വരും. മുസ്ലിം പുരുഷന് ഒന്നിലധികം വിവാഹം കഴിക്കാൻ അനുവാദമുള്ളതിനാൽ ഡിക്ലറേഷൻ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു വിവാഹം കഴിക്കാറുണ്ട്. എന്നാൽ മുസ്ലിം സ്ത്രീക്ക് ഡിക്ലറേഷൻ ആവശ്യമാണ്. നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക. മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.